പ്രദീപ് സർ, 2014 മുതൽ ഈ 2026 വരെയുള്ള കാലഘട്ടം, അതായത് മോദി സർക്കാരിന്റെ 12.25 വർഷം. ഈ 12.25 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു പ്രൊട്ടസ്റ്റിന് മുന്നിലേക്ക് അവർക്ക്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകാർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ മാറ്റത്തിന് വിധേയമായി നിൽക്കേണ്ടി വരുന്നത്. CJP അക്ഷരാർത്ഥത്തിൽ ജന്തർ മന്ദിറിൽ നടത്തിയ, ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പ്രൊട്ടസ്റ്റിന് ഫലം കണ്ടിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. CJP ഒരു വലിയ വാഗ്ദാനമാവുകയാണോ ഇന്ത്യക്ക്? അല്ലെങ്കിൽ വിമർശകർ, അല്ലെങ്കിൽ ഈ രീതിയിൽ പലരും അഭിപ്രായപ്പെടുന്നത് പോലെ CJP ഏതെങ്കിലും നിലയിൽ ഇന്ത്യക്ക് ഒരു ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ടോ? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, CJPയുടെ പ്രൊട്ടസ്റ്റ്, എല്ലാം കൂട്ടിച്ചേർത്ത് എങ്ങനെ വിലയിരുത്താം? സമകാലിക ഇന്ത്യൻ ചരിത്രത്തെ CJPയുടെ പ്രക്ഷോഭത്തിന് മുമ്പും പിൻപും ഉള്ള രണ്ട് കാലഘട്ടമായി വേർതിരിക്കാം. അത്രയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ഡൽഹിയിൽ ഇന്നലെ വിജയകരമായി സമാപിച്ച വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന്. താങ്കൾ പറഞ്ഞതുപോലെ BJP ഭരണത്തിൽ ആദ്യമായാണ് സർക്കാർ സമ്പൂർണമായും ഒരു പ്രതിപക്ഷ ശബ്ദത്തിന് മുട്ടുകുത്തുന്നത്. പക്ഷെ ഈ പ്രതിപക്ഷ ശബ്ദം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിച്ച ഒരു പ്രക്ഷോഭത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഒരുപക്ഷെ 70കളുടെ ആദ്യം ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ട്. അതൊരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു അതിന് പിന്നിൽ. അതിനുശേഷം പല പ്രക്ഷോഭങ്ങൾക്കും, ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ കർഷക പ്രക്ഷോഭം, അതിന് ഒരുപക്ഷെ രാഷ്ട്രീയ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചില പ്രക്ഷോഭങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും BJPയുടെ മർക്കട മുഷ്ടിക്ക് മുന്നിൽ മുട്ടുകുത്താതെ മുന്നോട്ട് പോയവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായും നേരിട്ട് ബന്ധമില്ലാത്ത, അവരുടെ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു മുഖമില്ലാത്ത ചെറുപ്പക്കാരായിരുന്നു. ഇന്ത്യൻ യുവത നടത്തിയ ഒരു സമരം. പക്ഷെ ഇതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയ മാനമാണ് ആ സമരം നയിച്ച അഭിജിത് ദീപ്കെ ഇന്നലെ അതിനുശേഷം പ്രഖ്യാപിച്ചത്. ഇതാണ് ഏകാധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ജനാധിപത്യത്തിന്റെ വിജയം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ഭയമില്ലാതെ പോരാടിയാൽ വിജയിക്കാമെന്ന് രാജ്യത്തെ യുവത തെളിയിച്ചു. ഈ ചരിത്രമാണിത്. മിണ്ടാതിരുന്ന യുവത ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സർക്കാരിന് മുട്ടുകുത്തേണ്ടി വന്നു. ഒരു സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാത്ത ചെറുപ്പക്കാർ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്തു. നമ്മൾ ഇതുവരെ അതിശക്തമായ ഭരണകൂടം എന്ന് പറഞ്ഞിരുന്ന മോഡിയുടെയും ഒരുപക്ഷെ അമിത്ഷാ അതിനെ ആദ്യം നമുക്കറിയാം, സമരത്തെ സർക്കാർ അവഗണിക്കാൻ ശ്രമിച്ചു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കറിന്റെ ചിത്രവുമായി ജൂൺ 6-ാം തീയതി അമേരിക്കയിൽ നിന്ന് വിമാനത്താവളത്തിൽ അഭിജിത് ദീപ്കെ എന്ന ഈ ചെറുപ്പക്കാരൻ ഇറങ്ങിയപ്പോൾ ആദ്യം ഇതിനെ അവഗണിക്കാൻ ശ്രമിച്ചു. അതിനും അനുമതി ആവശ്യപ്പെട്ടില്ല എങ്കിലും അങ്ങോട്ട് ജന്തർ മന്ദിറിൽ സത്യഗ്രഹം നടത്താൻ പോലീസ് അനുമതി കൊടുത്തു. അത് അവഗണിക്കാൻ നോക്കി. അത് സമരം ശക്തമായപ്പോൾ അതിനെ ഭീകരമായി അടിച്ചമർത്താൻ നോക്കി. പാർലമെന്റ് മാർച്ചിന് നേരേക്ക് നടന്ന അതിക്രമം ചരിത്രത്തിലെ സമകാലിക ചരിത്രത്തിലെ വലിയ കളങ്കമാണ്. പിന്നെ സ്ഥിരമായി ചെയ്യാറുള്ളത് സംഘപരിവാറുമായി ബന്ധമുള്ള ബോഡി മീഡിയയുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഴുവൻ സമരം നടത്തുന്നവരെ ചാരന്മാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഫണ്ടിങ് ഏജൻസികളാണ് ഇവരെ ഇറക്കിവിട്ടത് എന്ന് പറഞ്ഞു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച സോണം വാങ്ചുക്കിനെ അതിഭീകരമായ സൈബർ ആക്രമണത്തിന് വിധേയനാക്കി. പക്ഷെ സമരത്തിന്റെ പിന്തുണ കൂടിക്കൊണ്ടിരുന്നു. സർക്കാരിന്റെ മുഴുവൻ കണക്കുകൂട്ടലുകളെയും മുഴുവൻ അടിച്ചമർത്തലുകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സമരം പടരുകയും ബലപ്രയോഗത്തിലൂടെ ഒരു കാരണവശാലും ഇതിനെ അടിച്ചമർത്താൻ പറ്റില്ല എന്ന നിഗമനത്തിൽ സർക്കാർ എത്തുകയും ചെയ്തു. പാർലമെന്റിൽ വലിയ പ്രക്ഷോഭമുണ്ടായി, പാർലമെന്റിൽ വലിയ പ്രതിഷേധമുണ്ടായി. ആദ്യകാലങ്ങളിൽ ഇന്ത്യ സഖ്യകക്ഷികളായ സമാജ്വാദി പാർട്ടിയും ശിവസേനയും അതിൽ നിന്ന് മുമ്പ് വിട്ടുപോയ ആം ആദ്മി പാർട്ടിയും ഒക്കെയായിരുന്നു അതിന് പ്രകടമായ പിന്തുണ നൽകിയിരുന്നത്. ഈ പരീക്ഷാ ക്രമക്കേടുകളാണ് ഇതിലേക്ക് നയിച്ചത്, പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും യുവതലമുറ
അസ്വസ്ഥരാണ്. അവർക്ക് ഇവിടെ ജോലി കിട്ടുന്നില്ല. അവർക്ക് പിന്നെ ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഒരു സംവിധാനവും ഇന്ത്യയിലില്ല. രാജ്യം വിട്ടുപോകുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് കേരളത്തിൽ ഒരുപക്ഷെ അത് കൂടുതലുണ്ടാകും. രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളിൽ യുവാക്കൾക്ക് അതുകൊണ്ട് തന്നെ വിശ്വാസം പോരാ. ഈ അസ്വാസ്ഥ്യങ്ങളൊക്കെയാണ് നീറ്റ് പരീക്ഷ ക്രമക്കേടിന്റെ പേരിൽ വലിയ പൊട്ടിത്തെറിയായി വന്നത്. അതിനൊരു പിന്നെ വഴിയൊരുക്കുക മാത്രമാണ് CJP എന്ന ഹാസ്യ പ്രസ്ഥാനമായി ആരംഭിച്ചത്. അത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന്റെ ഏറ്റവും പ്രകടിതമായ രൂപമാണ് ആ പേര് തന്നെ. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് അഭിജിത്ത് ദീപ്കയുടെ പ്രസ്താവനയുണ്ട്. പല മാധ്യമങ്ങളും അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. ആ പ്രസ്താവനയിൽ അദ്ദേഹം ഇന്ത്യയിലെ ചെറുപ്പക്കാരെ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ആക്ഷേപിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങയുടെ പ്രസ്താവനയാണ് ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞത്. ഞങ്ങളെ പാർട്ടികളൊന്നും വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ രാജ്യത്തേക്ക് തിരിച്ചു വരികയില്ലായിരുന്നു. യുവജനതയെ തെരുവിലിറക്കിയത് അങ്ങാണ് എന്നാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസിനുള്ള മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യം തകർച്ച നേരിടുമ്പോൾ അതിന് നാല് നെടുംതൂണുകളുണ്ട്. അത് നമ്മൾ സംഘപരിവാർ BJPയുടെ മർക്കട മുഷ്ടിക്ക് മുന്നിൽ, ഉരുക്ക് മുഷ്ടിക്ക് മുന്നിൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും വിറയ്ക്കുന്ന കാഴ്ച നാം കണ്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാം, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഇടപെടലുകൾ ഭരണകക്ഷിക്ക് വേണ്ടി അവർ ചെയ്തു വരാം. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകുകയും അതിനു മുമ്പ് ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വൻതോതിൽ വെട്ടിനിരത്തൽ നടത്തുകയും ചെയ്തു. ഭരണകക്ഷിയെ സഹായിച്ചു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തോറ്റു. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ആവർത്തിച്ചത്. 93 ലക്ഷം ആൾക്കാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയത്. അതിലൊരു പകുതിയോളം 33 ലക്ഷം ആൾക്കാർ യഥാർത്ഥ വോട്ടർമാരാണ് എന്ന് നമുക്കറിയാം. സുപ്രീം കോടതി വരെ പോയി മമതാ ബാനർജിയെ വലിയ നിയമയുദ്ധം നടത്തിയെങ്കിലും അവർക്കൊന്നും വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇത് അവിടുത്തെ മമതാ ബാനർജിയുടെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദാസീനതയും ഭരണകക്ഷിയോടുള്ള കൂറും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ജുഡീഷ്യറിയാണ് ഇതിലൊരു പിന്നെ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നത്. ജുഡീഷ്യറി ഇക്കാര്യത്തിൽ ജാഗ്രത കാണിച്ചില്ല. നമുക്കെല്ലാം അറിയാം, വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തെ BJP അഭിമുഖീകരിച്ചത്. ആദ്യം ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള 8 രാജ്യസഭാ അംഗങ്ങളെ പിളർത്തി മാറ്റി തങ്ങളുടെ പക്ഷം ചേർത്തത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്നുള്ള കൂറുമാറ്റം, ശിവസേനയിൽ നിന്നുള്ള കൂറുമാറ്റം. ഈ കൂറുമാറ്റങ്ങൾ നടത്തിയാണ് വലിയ 3-2 ഭൂരിപക്ഷത്തോട് അടുക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ വന്ന BJPക്കാണ് ഈ ഭീകരമായ പരാജയം യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ ജുഡീഷ്യറി ഇക്കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ കൂറുമാറ്റങ്ങൾ തടയാൻ പറ്റിയെന്നുമായിരുന്നു. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടതാണ് കൂറുമാറ്റ നിരോധന നിയമം. അത് ലംഘിച്ചുകൊണ്ടാണ് പല സ്പീക്കർമാരും, അത് 2 തവണ ഗോവയിലെ സ്പീക്കർമാർ, പിന്നെ മഹാരാഷ്ട്രയിലെ സ്പീക്കർമാർ, ഏറ്റവും അവസാനം ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ രാജ്യസഭ ഉപാധ്യക്ഷൻ, പിന്നെ ലോക്സഭ സ്പീക്കർ, ഇവരൊക്കെ ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിച്ച് തീരുമാനമെടുക്കുകയും ഇതിന്റെ അപ്പീൽ സുപ്രീം കോടതി അടയിരിക്കുകയും, അപ്പീലിന്മേൽ എത്രയോ വർഷങ്ങളായി തീരുമാനമെടുക്കാതെ സുപ്രീം കോടതി അടയിരിക്കുകയും ഈ ഭരണകക്ഷിക്ക് വേണ്ടി ഇൻഡയറക്റ്റ് ആയി ഈ ചില ആനുകൂല്യങ്ങൾ ഇതിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തു. യുവാക്കളോട് കഴിഞ്ഞ ദിവസം പത്രപ്രസ്താവനയിലൂടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുകൂടി ഇതിനോടൊപ്പം വായിക്കേണ്ടതാണ്. ഈ പാർലമെന്റ് മാർച്ചിലുണ്ടായ അതിക്രമത്തിന്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിന് സമയമില്ല എന്ന് താൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടു. കാര്യം അങ്ങനെ ഒരു ഹർജി ഞങ്ങളുടെ മുന്നിൽ വന്നില്ല, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. യുവജനങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ വാതിലുകൾ
ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ യുവജന പ്രക്ഷോഭം. അത് നമുക്ക് അടിവരയിട്ട് പറയേണ്ടതാണ്. രണ്ടാമത്തേത്, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ ചൊൽപ്പടിക്കൊന്നും ഈ ചെറുപ്പക്കാർ നിൽക്കില്ല. മൂന്നാമത്, ഗോഡി മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. അത് ഇന്ത്യയിലെ ഭരണകക്ഷിക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങളാണ്. ആ മാധ്യമ പ്രവർത്തകരെ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾക്കും ജന്തർ മന്ദിലെ സമരവേദി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. കാരണം വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയുമായിരുന്നു ഈ സമരം മുന്നോട്ട് പോയത്. മൂന്നാമത്തേത്, അജ്ഞാതരായിട്ടുള്ള ആൾക്കാർ എത്രയോ മാനുഷികതയുടെ വലിയ ഒരു പ്രകടനം നമ്മൾ കണ്ടു. കാര്യം വെള്ളവും വെളിച്ചവും ഒക്കെ നിഷേധിക്കപ്പെട്ടപ്പോഴും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ഓൺലൈൻ ഭക്ഷ്യ ആപ്പുകളിലെ ഓർഡർ ചെയ്ത് സമരവേദിയിൽ ഭക്ഷണം എത്തിച്ച വളരെ മാനവികതയുടെ പ്രകടനത്തിനും ഈ സമരം സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രം, സമകാലിക ചരിത്രം ഈ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് മുമ്പും പിൻപും എന്ന രണ്ട് വിഭജനം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഇതൊരു പുതിയ അധ്യായമാണ്. അത് ജനാധിപത്യത്തെ ഈ പ്രക്ഷോഭം ശക്തിപ്പെടുത്തും. തീർച്ചയായിട്ടും ചെറുപ്പക്കാർക്ക്, മുഖമില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ പ്രക്ഷോഭം. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ അഭിജിത് ദീപ്ക്ക് നന്ദി പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പാറ്റകളോട് ഉപമിച്ചുകൊണ്ടുള്ള യുവാക്കളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന പരാമർശം, ആ പരാമർശത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം നടത്തിയത് ഇത്രയും വർഷങ്ങൾക്കിടയിൽ കർഷക സമരമോ പൗരത്വ സമരമോ ഒന്നും ഒരു തരത്തിലും ചലനമേൽപ്പിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഏറ്റവും ഒടുവിൽ എന്താണോ ആത്യന്തികമായി CJP മുന്നോട്ട് വെച്ചത് അത് തന്നെ അനുസരിക്കേണ്ടി വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് എന്നതാണ്. ഇന്ത്യയിലെ ഒരു യുവജനത ഭയമില്ലാതെ പോരാടിയാൽ ലഭിക്കുന്ന വിജയം, അതിലൂന്നിക്കൊണ്ട് ഇന്ത്യയിലെ യുവജനത നടത്തിയ ഒരു പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.